നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും MLA.com സ്വാഗതം. ഇന്ന് MLA.com നമ്മോടൊപ്പം എറണാകുളത്തിൻ്റെ സ്വന്തം MLA ശ്രീ TJ വിനോദാണ്. മൂന്നാം ഊഴമാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ട് അദ്ദേഹം നടത്തുന്നുണ്ട് എറണാകുളത്ത്. നമുക്ക് എന്തെല്ലാമാണ് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. മൂന്നാം ഊഴമാണ്. ഒപ്പം വളരെ ശക്തനായ സ്ഥാനാർത്ഥി BJPയിലും, ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് എതിരാളിയും ഉണ്ടായിരുന്നു, സാബു ജോർജ്, ശിവശങ്കരൻ ഒരു വശത്ത്. അപ്പോൾ വളരെ ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. തുടർ പ്രവർത്തനം വരുമ്പോൾ ധാരാളം മികച്ച പ്രവർത്തനങ്ങൾ ഇനിയും തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ ജനങ്ങൾക്കൊരു പ്രതീക്ഷ നൽകി മൂന്നാം ഊഴം വരുമ്പോൾ എന്തൊക്കെയാണ് താങ്കളുടെ മനസ്സിലുള്ളത്? അല്ല, യഥാർത്ഥത്തിൽ എറണാകുളം നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിച്ചിട്ടുള്ളത്. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. പ്രധാനമായും നമുക്കറിയാം, കൊച്ചി കോർപ്പറേഷനിലെ 22-23 വാർഡുകളും ചെറുനല്ലൂർ പഞ്ചായത്തും കൂടി ഉൾപ്പെടുന്നതാണ് എറണാകുളം നിയോജകമണ്ഡലം. അപ്പോൾ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കുടിവെള്ള പ്രശ്നം ഗുരുതരമാണ്. കഴിഞ്ഞ കുറേ നാളുകളെ, കഴിഞ്ഞ 10 വർഷമായി ഈ നഗരത്തിലേക്ക് പുതിയ താമസക്കാർ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഒരു തുള്ളി പുതിയ വെള്ളത്തിൻ്റെ സ്രോതസ്സ് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം അന്നു മുതൽ MLA എന്നുള്ളത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പദ്ധതി നടപ്പാക്കുന്ന ഘട്ടം വന്ന സന്ദർഭത്തിൽ ആ പദ്ധതി കൊച്ചിയിൽ നടപ്പാക്കണമെങ്കിൽ ഞങ്ങൾക്ക് 190 MLD പ്ലാന്റ് അതിൽ ഉൾപ്പെടുത്തി തന്നാലേ സമ്മതിക്കുള്ളൂ എന്ന നിലപാടാണ് ഞങ്ങളെല്ലാം വന്നെടുത്തത്. ഇന്ന് ആ പദ്ധതി ബഹുമാനായ VD സതീശൻ ഗവൺമെൻറ് അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനം നടപ്പാക്കി 190 MLD പ്ലാന്റ് നമ്മുടെ നഗരത്തിൽ 2050 വരെ കുടിവെള്ള സ്രോതസ്സ് കണ്ടെത്തുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം നമ്മുടെ റോഡുകളുടെ വികസനം. നമുക്കറിയാം തമ്മനം പുല്ലേപ്പടി റോഡും ഗോശ്രീ മാമംഗലം റോഡും നഗരത്തിൽ എത്രയോ വർഷമായി ആഗ്രഹിക്കുന്ന ഒരു വികസന പദ്ധതിയാണ്. ഈ 2 പദ്ധതികളും യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ളത് എൻ്റെ അടുത്ത ഒരു പ്രവർത്തന ലക്ഷ്യം. കേരളത്തിൽ കൊച്ചി എന്ന് പറയുമ്പോൾ എറണാകുളമാണ്. അപ്പോൾ ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനം താങ്കളിപ്പോൾ പറഞ്ഞു. ഏറ്റവും പ്രാഥമിക ആവശ്യമായിട്ടുള്ളത് ആരോഗ്യ രംഗത്തുള്ളതാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ് GHS തൊട്ട് അപ്പുറത്ത് തന്നെയുണ്ട്. അവിടെ ഇപ്പോൾ ഹൃദയമാറ്റുകൾ ശസ്ത്രക്രിയ തന്നെ നടന്നു. നമുക്ക് ഏറ്റവും വളരെ അഭിമാനിക്കാവുന്ന ഒരു സംവിധാനമാണ്. ഇനിയും ധാരാളം സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങൾ അവിടെ ചെന്നു. അവിടുത്തെ ഇനിയും സൗകര്യങ്ങൾ ധാരാളം വേണം. എങ്ങനെയാണ് ആരോഗ്യരംഗത്ത് കൂടുതൽ, കാരണം തൃപ്പൂണിത്തുറ തൊട്ടടുത്തുള്ള ആളുകളെല്ലാം അവിടുത്തെ ആവശ്യങ്ങൾക്കായി എത്തിപ്പെടുന്നത് ഗവൺമെൻറ് ആശുപത്രിയിലേക്കാണ്. എങ്ങനെയാണ് അവിടെ ആരോഗ്യരംഗത്ത് ഉദ്ദേശിക്കുന്നത്? അല്ല, എറണാകുളം ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി യൂണിറ്റുള്ളൊരു ആശുപത്രിയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ കഴിഞ്ഞിട്ടുള്ള ആശുപത്രിയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, കരൾ മാറ്റുവെൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ട്രാൻസ്പ്ലാന്റേഷനുകൾ നടത്തുന്ന ഒരു ജനലാശുപത്രി എന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജനലാശുപത്രിയാണ്. അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ 74 കോടി രൂപ മുടക്കി അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി യൂണിറ്റ് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ്റെ സഹകരണത്തോടു കൂടി ക്യാൻസർ ബ്ലോക്ക് 125ഓളം ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ക്യാൻസർ ബ്ലോക്കിൻ്റെ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. അവിടെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റ്, MPയുടെയും MLA എന്നുള്ള ഞാനും CSR സപ്പോർട്ട് കരസ്ഥമാക്കി ഈ ആശുപത്രിയുടെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ പുതിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ഒരു OP ബിൽഡിങ്ങും നിർമ്മിക്കുന്നതിനുള്ള DPR
തയ്യാറാക്കി കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് കിഫ്ബിയിൽ സബ്മിറ്റ് ചെയ്യാം. 114 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്താണ്. തത്വത്തിൽ കിഫ്ബി അത് അംഗീകരിച്ചാണ്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് മുന്നിലും ഈ വിഷയങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കും. എറണാകുളം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം ഞങ്ങൾ അവിടെ കണ്ടത് ആംബുലൻസിൻ്റെ അസൗകര്യക്കുറവാണ്. ആംബുലൻസ് ഉണ്ടെങ്കിലും അതിനുള്ള ഇപ്പോൾ പല ആംബുലൻസ്, ഇപ്പോൾ ഹൈടെക് ആംബുലൻസുകൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ട്. നമുക്ക് ആ സംവിധാനം ഇവിടെ വേണ്ടേ? കാരണം നമ്മൾ മറ്റുള്ള ഹോസ്പിറ്റലുകളെ ആശ്രയിക്കേണ്ട. കാരണം എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു രോഗിക്ക് വരണമെങ്കിൽ, എല്ലാ എക്യുപ്മെൻറ്റും വെച്ച ഒരു രോഗിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തേക്ക് ആംബുലൻസിനെ മാറ്റണം. അല്ല, അത്തരം വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഇതുവരെ അവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മളെ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായും അത്തരം അസൗകര്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി നമ്മൾ CSR സപ്പോർട്ടോടുകൂടി നഗരത്തിലെ ജനങ്ങളുടെ ഒരു സഹകരണത്തോടുകൂടി നടപ്പാക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിട്ട് ജനപ്രതിനിധി എന്നുള്ള എനിക്ക് തോന്നിയിട്ടില്ല. വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെയാണ് ഇപ്പോൾ മികവ് പോലെയുള്ള എക്സലൻ്റ് അവാർഡുകൾ പോലെയുള്ള ഒരു വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി സപ്പോർട്ട് നൽകുന്നത്? എങ്ങനെയാണ് അത്തരം പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അല്ല, MLA എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ MLA ആയിട്ട് 7 വർഷം കഴിഞ്ഞു. 3 ടേമായെങ്കിലും 7 വർഷമായിട്ടുണ്ട്. ഞാൻ MLA എന്നുള്ള നിലയിൽ ഈ വന്ന അന്ന് മുതൽ SSLC +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി മികവ് എന്ന പ്രോഗ്രാം ഞാൻ നടത്തിക്കൊണ്ട് ഈ വർഷം ഇപ്പോൾ കഴിഞ്ഞു. എല്ലാ വർഷവും അത് 10,000, 1,500 കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് അവാർഡ് കൊടുക്കുന്ന പദ്ധതിയുണ്ട്. പിന്നെ പ്രീ സ്കൂൾ മുതൽ UP സ്കൂൾ വരെയുള്ള കുട്ടികൾക്ക് ഗുഡ് മോർണിംഗ് എറണാകുളം എന്ന പ്രഭാത ഭക്ഷണ പരിപാടി. കാരണം നമ്മുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ വരുന്ന കുട്ടികൾക്ക് അവർ വിശന്നിരുന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന കാഴ്ചപ്പാടോടുകൂടി കഴിഞ്ഞ 5 വർഷമായി ഗുഡ് മോർണിംഗ് എറണാകുളം എന്ന പദ്ധതി കൃത്യമായി നടക്കുകയാണ്. പ്രീ സ്കൂൾ മുതൽ UP സ്കൂൾ വരെയുള്ള ഏകദേശം 8,000-ഓളം കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് MLAയുടെ വകയാണ്. അത് MLAയുടെ വകയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതിനാണ് ഞാൻ ഗുഡ് മോർണിംഗ് എറണാകുളം എന്നാണ് പേരിട്ടിരിക്കുന്നത്. പിന്നെ നല്ല അത് ഞാൻ പറഞ്ഞു 8,000 ചില്ലാനും കുട്ടികളാണ് MLAയുടെ ഈ പദ്ധതിയുടെ ഭാഗമായി. ഞാൻ സംസ്ഥാന ഗവൺമെൻറ് ഉച്ചക്കഞ്ഞ് കൊടുക്കുന്നത് പോലെയല്ല, ഇത് 20% അഡ്വാൻസ് മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുക്കും. അതാത് മാസം അവരുടെ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ അവർ കളക്ടർ അക്കൗണ്ടിലേക്കാണ് ഈ ഫണ്ട് വരുന്നത്. അക്കൗണ്ടിലേക്ക് നേരിട്ട് പോയി വിലയിരുത്താറുണ്ടോ? ഇത് അവരിലേക്ക് എത്തുന്നുണ്ടോ? ഞാൻ അതിൽ എല്ലാ മാതാപിതാക്കന്മാർക്കും ഞാൻ കത്തെഴുതും. 8,000-ഓളം മാതാപിതാക്കന്മാർക്ക് ഞാൻ കത്തെഴുതും. ഇതിന് നിങ്ങളുടെ സജഷൻ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ നേരിട്ട് അവരുമായി അല്ല, നമുക്കറിയാം നമ്മുടെ പല പാവപ്പെട്ട മാതാപിതാക്കന്മാരും രാവിലെ ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർ വിശന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അവർക്ക് വലിയ സന്തോഷമാണ്, സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ യങ് കൊമേഴ്സ് ബ്രിഗേഡ്, ഞാൻ കൊമേഴ്സ് വിദ്യാർത്ഥികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായി യങ് കൊമേഴ്സ് ബ്രിഗേഡ് എന്ന് പറഞ്ഞ് MLAയുടെ ഈ നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് കോച്ചിങ് കൊടുത്ത് ട്രെയിനിങ് നടത്തി ടെസ്റ്റ് നടത്തി അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളെ യങ് കൊമേഴ്സ് ബ്രിഗേഡ് എന്നുള്ള രീതിയിൽ. കൊമേഴ്സ് നമ്മുടെ നാട്ടിലെ സയൻസിനും എല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഞാനൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു, BCom വിദ്യാർത്ഥിയായിരുന്നുകൊണ്ട് കൊമേഴ്സിനൊരു താല്പര്യം കാണിക്കണം എന്നുള്ള താല്പര്യമുണ്ട്. ഒരു വാണിജ്യ നഗരമായതുകൊണ്ട് കൊമേഴ്സിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കൊമേഴ്സ് ബ്രിഗേഡ് എന്നുള്ള പദ്ധതി. നമുക്കറിയാം മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഓപ്പറേഷൻ തൂഹാൻ പോലെയുള്ള വലിയ പരിപാടി ഇപ്പോൾ നടക്കുകയാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി ഇപ്പോൾ 6ാമത്തെ വർഷമാണ് തുടർച്ചയായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും പ്രൈസ് മണി കൊടുത്ത് അവർക്ക് ആവശ്യമായ ഇതിൻ്റെ കിറ്റ്, ഫുട്ബോൾ കിറ്റ് ഉൾപ്പെടെ കൊടുത്ത് എല്ലാ വർഷവും ഞാൻ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് ഏകദേശം 10-22ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ ടൂർണമെൻറ്റ് അഡിക്റ്റഡ് ടു ഫുട്ബോൾ എന്ന ക്യാപ്ഷനോടുകൂടിയാണ് പരിപാടി ഞാൻ
നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷവും അതുണ്ട്, അത് 6ാമത്തെ വർഷമായിട്ട് നടക്കാൻ പോകുന്നത്. ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ ഓപ്പറേഷൻ തൂഫാൻ അതിൻ്റെ ഒരു വളരെ ഭംഗിയായി മുന്നോട്ട് പോവുകയാണ്. സ്കൂളിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം തുടച്ചു നീക്കേണ്ടത്, നമ്മൾ സ്കൂളിൻ്റെ പരിസരത്തുള്ളവരെ മാറ്റുക എല്ലാം. ഒപ്പം ഇതിൻ്റെ ഒരു സോഴ്സ് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടം എന്ന് കണ്ടെത്തി അതല്ലേ ആദ്യം പരിഹരിക്കേണ്ടത്. കാരണം ഇത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആഴം കൂടുന്തോറും വളരെയധികം ശൃംഖല വ്യാപിക്കുന്ന ഒരു രീതിയാണ്. പ്രത്യേകിച്ച് എറണാകുളം പോലെയുള്ള, കൊച്ചിയാണ് ഇതിൻ്റെ കേന്ദ്രം. എങ്ങനെയാണ് അത്തരം സോഴ്സിനെ കണ്ടുപിടിക്കാൻ? അല്ല, അത് സോഴ്സിനെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾ ഏറ്റെടുക്കാൻ പ്രായോഗികമല്ല. അത് പോലീസും എക്സൈസും തന്നെ കണ്ടെത്തി അതിനെ നുള്ളിക്കളയുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അതിനുള്ള ശക്തമായ നടപടി ഇപ്പോൾ പോലീസ് എൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസവും, ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ വിളിച്ചത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇങ്ങനെ തൊണ്ടിയായി പിടിച്ചിട്ടുള്ള കഞ്ചാവുകളെല്ലാം കൂട്ടമായി ഇൻസിനറേറ്ററിൽ വെച്ച് നമുക്ക് കത്തിച്ച് കളയാനുള്ളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയേറെ കഴിഞ്ഞ 2 മാസക്കാലം കൊണ്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നതിനെ തുടർന്ന് വലിയ ഒരു എഫർട്ടാണ് പോലീസ് നടത്തിയിട്ടുള്ളത്. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് മറക്കാനാവാത്ത ഈ ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് പെട്ടെന്ന് യഥാർത്ഥത്തിൽ മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശ്വാസമാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ വിഷയം, ഒരുപാട് മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കൾ ഈ തെറ്റിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യം എന്നോട് ഓഫീസിൽ വന്ന് പറയാറുണ്ട്. അവരെ മക്കളെ ഒന്ന് ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു എഫർട്ട് തീർച്ചയായും പൊതുസമൂഹം 2 കൈ നീട്ടി സ്വീകരിച്ച ഒരു സാഹചര്യമാണ് നമുക്ക്. കാരണം ലക്ഷക്കണക്കിന് മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് നമ്മുടെ മക്കൾ രാവിലെ വീട്ടിൽ നിന്ന് പോയി തിരിച്ച് വൈകുന്നേരം വരാൻ അല്പം വൈകുമ്പോൾ നമുക്ക് വല്ലാത്ത ആശങ്കയാണ്. കാരണം എന്താണ് അവർക്ക് പറ്റിയതെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികം അത്തരമൊരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിപ്പോയി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എഫർട്ട് അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ജനങ്ങളുടെ ഒരു ആശങ്ക ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതായത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു, ഏതോ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ് വിളിച്ചു പറയുന്നത്, അവരുടെ ആരാണ് വിളിക്കുന്നത് എന്നുള്ളത് ഒളിച്ചു വെച്ചേക്കായിരിക്കും, അതിൽ പേടിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷേ പലർക്കും വളരെ ടെൻഷനാണ് വിളിച്ചു പറയാൻ. കാരണം എന്നിലേക്ക് അത് വരുമോ, ആരെങ്കിലും ഒറ്റ കൊടുത്താൽ, അങ്ങനെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. പലരും അത് മറച്ചു വയ്ക്കുകയാണ്. എന്താണ് അവർ ചെയ്യേണ്ടത്? അല്ല, യഥാർത്ഥത്തിൽ പോലീസ് ഒരുപാട് ഹെൽപ്പ് ലൈനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഹെൽപ്പ് ലൈനിലൂടെ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്താൽ ഒരു കാരണവശാലും ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്ക് യാതൊരു രീതിയിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ഓപ്പറേഷൻസാണ് പോലീസ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ശേഷം നമ്മളിനി കൊച്ചി എപ്പോഴും മനോഹരമായ കൊച്ചി, സുന്ദര കൊച്ചിയാക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കാരണം ലോക ഭൂപടത്തിൽ ഇടം പിടിച്ച സ്ഥലമാണ്. അപ്പോൾ വ്യാവസായിക നഗരമാണ്. കൊച്ചിയെ സുന്ദരിയാക്കാൻ എന്തൊക്കെയാണ് പദ്ധതികളാണ്? ഇപ്പോൾ തന്നെ നമുക്കറിയാം, വാക്ക് വേ അടക്കം ധാരാളം മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. നമുക്ക് ഇപ്പോൾ ബോട്ട് ജെട്ടികളും നമ്മുടെ പാലസ് അടക്കം എല്ലാം നവീകരിച്ചുകൊണ്ട് വരികയാണ്. ഇതെല്ലാം പ്രോപ്പറായ രീതിയിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞങ്ങൾ കണ്ട കാഴ്ച, അതെല്ലാം MLA ഫണ്ടും MP ഫണ്ടും ഉപയോഗിച്ച് സ്വപ്ന പദ്ധതികൾ നവീകരിച്ചിട്ടുണ്ട്. പക്ഷേ സാമൂഹ്യ വിരുദ്ധർ അതെല്ലാം തകർത്ത് അത് പിന്നെയും അതൊരു അഴുക്കിലേക്ക് പോകുന്ന ഒരവസ്ഥ. അങ്ങനെ മനോഹര കൊച്ചിയാക്കാൻ എന്താണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? അല്ലേ, എറണാകുളത്തിൻ്റെ ഏറ്റവും വലിയ മുഖമെന്ന് പറഞ്ഞാൽ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണ്. അതെ, നമുക്കറിയാം വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് ബസ് സ്റ്റാൻഡ് കിടന്നിരുന്നത്. അതൊരു CSR സപ്പോർട്ടിൽ നമുക്ക് ഇന്ന് അതിൻ്റെ ഉണ്ടായിരുന്ന ശോചനീയാവസ്ഥ പരിപൂർണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മറ്റൊന്ന്, പുതിയ KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 13 കോടി രൂപയുടെ പദ്ധതിയാണ്. 27 കോടി രൂപയാണ് ടോട്ടൽ എസ്റ്റിമേറ്റ്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളത് 13 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ടെൻഡർ ചെയ്ത പ്രവൃത്തി നമുക്ക് ആരംഭിക്കാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്നുള്ള നിലയിൽ മറൈൻ ഡ്രൈവും ബോട്ട് ജെട്ടിയും അതോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളുമെല്ലാം മനോഹരമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കൾച്ചറൽ സെൻ്റർ ഇല്ല, നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആർട്ട് ഗാലറി ഉണ്ടെങ്കിലും അത് കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ജനങ്ങൾ
ഇപ്പോൾ ടൂറിസ്റ്റ് വന്നാൽ അവരിവിടെ ഒരാഴ്ച താമസിച്ച് ഇവിടെയുള്ള സ്ഥലങ്ങൾ കണ്ടു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ കൊച്ചിയെ ഒരു മാറ്റണം. പെർഫോമിംഗ് ആർട്സ് സെന്റർ പോലുള്ള കേന്ദ്രങ്ങൾ കൊച്ചിയിലില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഇവിടെ വന്ന് താമസിച്ച ഒരു ടൂറിസ്റ്റ് കൊച്ചിയിൽ വന്നാൽ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ കൊച്ചിയിൽ വരുന്നു, അവിടെ നിന്ന് നേരെ മൂന്നാർക്ക് പോകുന്നു, അല്ലെങ്കിൽ കുമരകത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ തേക്കടിക്ക് പോകുന്നു. അതാണ് ഒരു ട്രാൻസിറ്റ് പോയിൻ്റ് ആയിട്ടാണ് ഇന്ന് കൊച്ചിയെ മാറ്റുന്നത്. അതിന് പകരം കൊച്ചിയിൽ വന്ന് താമസിച്ച് ഒരാഴ്ച എങ്കിലും താമസിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന രീതിയിൽ കൊച്ചിയെ മാറ്റണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ, ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദാനിയുടെ MSC മദർ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഓഹരി കൈമാറ്റം ഒക്കെ, അതിലെന്താണ് സർക്കാരിൻ്റെ നിലപാട്? ഈ നിലപാടുമായി മുന്നോട്ട് പോവുകയാണോ? ഈ ഒരു ഓഹരി കൈമാറ്റത്തിൽ ഉറച്ചു നിൽക്കുകയാണ്? UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്? അല്ല, യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് വന്ന ശേഷം ഉണ്ടായ ഒരു പ്രവൃത്തിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് മുമ്പ് തന്നെ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം അദാനി കമ്പനി നടത്തിയിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. അത് തീർച്ചയായും ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി സംസ്ഥാനത്തിൻ്റെ താല്പര്യം മുൻനിർത്തി മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രീ VD സതീശൻ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ കാത്തിരുന്ന് കാണുക. അത് വളരെ ജനങ്ങൾക്ക് ഗുണപ്രദമായി, കേരളത്തിന് ഗുണപ്രദമായ രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ധാരാളം സാധ്യതകൾ, തൊഴിൽ സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ ആശങ്കകളുമുണ്ട്. കേന്ദ്ര ലോകഭൂപടത്തിലേക്ക് വരുമ്പോൾ പല കേന്ദ്രത്തിനും ആശങ്കയുണ്ട്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഇതിൽ, കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കാത്ത കാര്യം എന്താണ്? അല്ല, അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ലല്ലോ. വരുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കേരളം ഭരിക്കുന്ന ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ആ തീരുമാനങ്ങൾ രാജ്യത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡായാലും അതിന് സ്വീകാര്യത ഉണ്ടാകും. അതിന് വിരുദ്ധമായ ഒരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊപ്പം തന്നെ നമുക്ക് കൊച്ചി തുറമുഖം, ധാരാളം തൊഴിൽ സാധ്യതകളാണ്. ഒപ്പം തന്നെ ധാരാളം ഫണ്ടാണ് ഇതിനുവേണ്ടി സർക്കാർ നീക്കി വച്ചിരിക്കുന്നത്. അതെല്ലാം യുവാക്കൾക്ക് സർക്കാരിൻ്റെ ഏറ്റവും ഒരു പ്രൈം കൊടുക്കുന്നത് യുവാക്കളുടെ തൊഴിൽ, പുറത്ത് പോകേണ്ടി വരില്ല, ഇവിടെ തന്നെ തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താൻ. എങ്ങനെയാണ് കൊച്ചിക്ക് തുറമുഖവുമായി ബന്ധപ്പെടുത്തി മറ്റ് IT മേഖലകളുമായി യുവാക്കൾക്ക് തൊഴിൽ സാധ്യതകൾ എങ്ങനെയാണ്? അല്ല, ഗവൺമെൻറ് അത് ഓപ്പറേഷൻ സമുദ്ര എന്ന പദ്ധതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിലെ 3 തുറമുഖങ്ങളെ സംയോജിപ്പിച്ച് ഒരുപാട് സാധ്യതകൾ ഉണ്ടാക്കുന്ന നടപടികളുണ്ടാവും. ഷിപ്പ് റിപ്പയറിംഗ് യാർഡുകൾ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളുണ്ടാവും. അതുപോലെ തന്നെ എയർ കാർഗോ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളുണ്ടാവും. അങ്ങനെ അത്തരം പദ്ധതികൾ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ തൊഴിൽ സാധ്യത നമ്മൾ ചെറുപ്പക്കാർക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, അയർലൻഡിൽ ചെന്ന പോർട്ട് അത് ഡെഡായി കിടക്കുകയാണ്. വർക്കെല്ലാം ദുബായ് പോർട്ടിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായും ആ പോർട്ടിൻ്റെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. അതായത് അത് തന്നെയാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പോർട്ടിൻ്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. പുതിയ ബിസിനസ് വരാതെ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാവില്ലല്ലോ. വെറുതെ നമുക്ക് പോർട്ടുണ്ടെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ബഡ്ജറ്റിലൂടെ കേരളത്തിൽ സംഭാവന നൽകി. ഗതാഗതക്കുരുക്കാണ് കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിപ്പെടാനുള്ള വളരെയധികം ബുദ്ധിമുട്ട്. ഒപ്പം തന്നെ ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം, അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തന്നെ നമ്മളത് കാണുന്നുണ്ട്. MLA തന്നെ പലപ്പോഴും കാണുന്ന കാഴ്ചയ്ക്ക് വിധേയനായിട്ടുണ്ടാവാം. എന്താണ് അതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? ആരെയാണ് ജനങ്ങൾ സമീപിക്കേണ്ടത്? അല്ല, യഥാർത്ഥത്തിൽ അക്കാര്യങ്ങളെ പോലീസും അതുപോലെ തന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ശക്തമായ ഇടപെടൽ നടത്തണം. കാരണം ബസ്സുകളെ സംബന്ധിച്ചൊരു ബസ്സുകളെ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇന്ന് ഏറ്റവും തകർന്നു നിൽക്കുന്ന ഒരു ബിസിനസ്സായി പൊതുഗതാഗത രംഗത്ത് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ മാറിയിരിക്കുകയാണ്. പക്ഷേ ഉള്ളവർ തന്നെ മത്സര സ്വഭാവത്തോടു കൂടിയാണ് ഇന്ന് അവരുടെ രീതികൾ മുന്നോട്ട് പോകുന്നത്. അതുമൂലമാണ് ഉണ്ടാവും. അത്തരം കാര്യങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഇടപെടൽ, അതുപോലെ തന്നെ RTOയുടെ ഭാഗത്തുനിന്ന് ഉള്ള ഇടപെടലുണ്ടായാൽ അത് പരിഹരിക്കാൻ കഴിയും. അത് വലിയ ഒരു തലവേദന ഉണ്ടാക്കുന്ന വിഷയമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത്
പോലീസ് കൃത്യമായി ഇടപെട്ടാൽ ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ്. ഈ മത്സര ഓട്ടത്തിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി, പ്രിയദർശിനി വന്നതുകൊണ്ട് ധാരാളം പ്രൈവറ്റ് ബസ് ആളുകൾ പരാതി പറഞ്ഞു തുടങ്ങി. അവർ മറ്റു പല ജോലികളിലേക്കും തിരിയുകയാണ്. പ്രൈവറ്റ് ബസ് നിരത്തിൽ നിന്ന് പോകുന്ന ഒരു കാഴ്ച നമുക്കുണ്ടാവുക. എങ്ങനെയാണത്? അവരുടെ ഒരു ആശങ്ക. അല്ല, പ്രിയദർശിനി ഈ യാത്ര വളരെയധികം സ്വാഗതം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും. കാരണം ഇന്നലെ തന്നെ ഞാൻ ടി വിയിൽ കാണുകയുണ്ടായ ഒരു സ്ത്രീയുടെ ഒരു അഭിമുഖം കണ്ടു. അവർ പറഞ്ഞു, എനിക്ക് പ്രതിമാസം 2000 രൂപയുടെ സേവിങ്സാണ് ഈ ഇതിലൂടെ ലഭ്യമാകുന്നത്. ഞാനതൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റായി എന്തെങ്കിലും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന രീതിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വീകാര്യതയുള്ള ഒരു പദ്ധതിയായി പ്രിയദർശിനി യാത്ര മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മറുവശത്ത് മറ്റുള്ളവരുടെ അവരുടെ ആശങ്ക കൂടെ അത് പരിഹരിക്കാനാണല്ലോ ഗവൺമെൻറ് അവരുടെ ടാക്സിൽ 50% കുറവ് വരുത്തിയത്. ബഡ്ജറ്റിൽ പ്രൈവറ്റ് ബസ്സുകളുടെ ടാക്സിൻ്റെ റോഡ് ടാക്സ് 50% ആക്കി കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തത് അവർക്കുള്ള ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ അവരുമായി ചർച്ച ചെയ്ത് തുടർന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുക എന്നുള്ള നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു വളരെ അസന്നിഗ്ധമായി ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. അത് തുടങ്ങാൻ അല്ല, ഞാൻ പറഞ്ഞ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരു അസുഖം വന്നാൽ അവർ ഓടി എത്തുന്ന ആശുപത്രിയിലേക്കാണ്. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ ചെലവ് ഒരാളെന്താ നിങ്ങൾക്ക് പറഞ്ഞ് വിശ്വസിക്കില്ല. എൻ്റെ എല്ലാ ദിവസവും വൈകുന്നേരത്തെ പ്രധാന ജോലി ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ICU ബെഡ് ഒരുക്കി കൊടുക്കുന്നതിനുള്ള ശ്രമകരമായ ദൗത്യം ഓരോ ദിവസവും വരികയാണ്. ഇപ്പം ഇന്ന് തന്നെ രാവിലെ വിളിച്ചിരിക്കുന്നത് ഇവിടെ ജനറൽ ആശുപത്രിയിൽ ഒരു ബെഡ് വേണമെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയാൽ അവർക്ക് താങ്ങാൻ കഴിയാത്ത ചാർജാണ് രോഗികൾക്കുണ്ടാകുന്നത്. അപ്പോൾ അസുഖബാധിതരായ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മാന്യമായ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 25 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയായി വരുന്നത്. സ്വാഭാവികമായും ആ പദ്ധതി നടപ്പാക്കുക എന്നുള്ളത് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. ഹോസ്പിറ്റലുകളുടെ ഒരു അവസ്ഥ, മരുന്നുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അവരെ ആശ്രയിക്കുന്നത് കൂടുതലും ജനറൽ ആശുപത്രികളെ ആയതുകൊണ്ട്, സർക്കാർ ആശുപത്രികളായതുകൊണ്ട് MSC പോലെയുള്ള നമ്മുടെ വലിയ സർക്കാരിൻ്റെ അവസ്ഥ, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്ന് അവിടെ നിന്ന് കിട്ടാൻ കനിയായി വന്നേക്കാണ്. അതിനൊക്കെ സർക്കാർ അല്ല, ഗവൺമെൻറ് ഇപ്പം കാസ്പിൻ്റെ വകയായി 2600 കോടി രൂപയാണ് കേരളത്തിലെ ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ മാത്രം 100 കോടി രൂപ പെൻഡിങ്ങാണ് കൊടുക്കാനുള്ളത്. ഒരു ആശുപത്രി എങ്ങനെ പിടിച്ചിരിക്കും? അപ്പോൾ സ്വാഭാവികമായും ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി കൂടി അവിടെ ഈ 10 കമ്മിറ്റിയുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനുള്ള പണം കണ്ടെത്തണം. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകളുടെ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഗവൺമെൻറ് അടിയന്തരമായി ഈ ആരോഗ്യരംഗത്ത് ഇന്നുണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി അതിജീവിക്കാൻ ഈ കാസ്പ് പോലെ ഉള്ള കുടിശ്ശികൾ പ്രധാനമായും കൊടുത്തു തീർക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. സാർ, എന്താണ് ഹോബി? എന്താണ് ശരിക്കും ഹോബി എന്ന് പറഞ്ഞാൽ സിനിമ കാണാം. അതുപോലെ തന്നെ വൈഫും കുട്ടികളൊക്കെ? എനിക്ക് വൈഫും 2 പിള്ളേരാണ്. മൂത്ത വൈഫ് ഹൗസ് വൈഫാണ്. മോള് രാജഗിരിയിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവൾ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി SFO എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. കാക്കനാടാണ്. മോൻ ഇപ്പോൾ രാജഗിരിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ലാസ്റ്റ് സെമസ്റ്റർ. സാറിൻ്റെ പഠിത്തമൊക്കെ ഇവിടെ തന്നെ കൊച്ചിയിലായിരുന്നു? ഞാൻ പഠിച്ചത് സ്കൂൾ വിദ്യാഭ്യാസം സെൻറ്റ് റീത്തോസ് സ്കൂൾ പൊന്നുരുന്നിയിലായിരുന്നു. പിന്നീട് ഞാൻ കളമശ്ശേരി സെയിൻറ്റ് പോൾസ് കോളേജിലാണ്. അത് 2 പ്രാവശ്യം ചെയർമാനായിരുന്നു. പിന്നെ 25 വർഷക്കാലം കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. 2 ടൈം ഡെപ്യൂട്ടി മേയറായിരുന്നു. ഇപ്പോൾ MLA ആയി പോകുന്നു. അതെ. എങ്ങനെയായിരുന്നു ഈ കോളേജിൽ പഠിക്കുന്ന സമയത്തും പറഞ്ഞു KSU അങ്ങനെ? അല്ല, ഞാനൊരു സംഘടന KSUവിന് വേണ്ടി ചെന്നതല്ല. അവിടെ ചെന്ന് ആ സാഹചര്യത്തിൽ എൻ്റെ സുഹൃത്ത് വലയത്തിൻ്റെ ഫലമായി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പോൾ എല്ലാ ആശംസകളും നേരെയാണ്. താങ്ക് യു. തീർച്ചയായിട്ടും MLA.com അദ്ദേഹം കാര്യങ്ങൾ പങ്കുവച്ചു. കൊച്ചി പോലെയുള്ള, അതായത് എറണാകുളത്ത്
ലോകത്തിൻ്റെ നെറുകയിലുള്ള നമ്മുടെ കൊച്ചിക്ക് ധാരാളം ഇനി അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പ്രവർത്തനവുമായി സർക്കാർ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം ആരോഗ്യരംഗത്ത് നമ്മുടെ എറണാകുളം MLA മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചത് കഴിഞ്ഞു. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ്. ധാരാളം സ്വപ്ന പദ്ധതികളുണ്ട്. അതെല്ലാം പ്രാവർത്തികമാവട്ടെ. ലോക ഭൂപടത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന കൊച്ചിക്ക് ഇനിയും ഒരു സുന്ദര കൊച്ചിയായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. MLA.com സമാപിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാ ആശംസകളും.